എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു PDF ഫയൽ എക്സൽ ഫയലായിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മീൻസ് ഒരു PDF ഫയൽ, ഇതൊരു PDF ഫയലാണ് നിങ്ങൾക്ക് കിട്ടിയാൽ അത് എക്സലിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ PDF ഫയൽ എന്നുള്ളത്. കാരണം ഇന്ന് വാട്സപ്പിലായാലും ജിമെയിലായാലും മെയിലായാലും എല്ലാവരും ഇന്ന് PDF ഫയലായിട്ടാണ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ശരിയായി വരാനും പിന്നെ നല്ല ക്ലാരിറ്റി കിട്ടാനും ഒക്കെയാണ് നമ്മൾ ഈ PDF ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എക്സലിലോ അല്ലെങ്കിൽ വേർഡിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഒരു നമ്പർ പോലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ടൈപ്പ് അടിക്കുകയാണ്, അടുത്തത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല അല്ലേ? എല്ലാ ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അതെങ്ങനെയാണ് നമുക്ക് ഈ PDF ഫയലിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇത് PDF ഫയലാണ്, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ഞാൻ എക്സലിൽ പോയി നമ്മൾ സ്റ്റെപ്പ് 1 അങ്ങനെ 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സ്റ്റെപ്പ് 1 എന്താണ്? നമ്മൾ ആദ്യം വേഡ് തുറക്കുക. മൈക്രോസോഫ്റ്റ് വേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ PDF ഫയൽ കിട്ടുന്നതെന്ന് അറിയാമോ? PDF ഫയൽ കിട്ടുന്നത് നമ്മളിവിടെ ബ്രൗസിൽ പോയിട്ട് ആരെങ്കിലും നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടാവും. വാട്സപ്പിൽ നിന്നോ അല്ലെങ്കിൽ മെയിലിൽ നിന്നോ വല്ലതും നമുക്കിവിടെ മെയിൽ തുറക്കണം. അപ്പോൾ അത് കണ്ടോ ജിമെയിൽ കണ്ടില്ലേ? ഈ ജിമെയിൽ തുറന്നപ്പം നമുക്കിവിടെ ഇവിടെ PDF ഫയൽ നമുക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മെയിൽ തുറക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ തുറന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? PDFൻ്റെ ഫയൽ കിട്ടിയില്ലേ ഇവിടെ? എന്നിട്ട് ഇവിടെ വന്ന് ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ C ഡ്രൈവിൽ നമുക്ക് ഡൗൺലോഡിൽ വന്ന് കിടക്കും അത്. ഓക്കെ, നമുക്കിതിനെ സേവ് ചെയ്ത് നമുക്കിവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് ഇവിടെ പോകുന്നത്? നമുക്കിവിടെ ഇങ്ങനെ C ഡ്രൈവ് ഉണ്ടല്ലോ, നമുക്കിവിടെ C ഡ്രൈവിൽ നമുക്കത് പോകുന്നുണ്ട്. നമുക്കിവിടെ C ഡ്രൈവിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രൈവിൽ പോയി നമുക്കവിടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മൈ PC എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ദിസ് PC എടുക്കുക, ഡൗൺലോഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തു. ഇനി നമ്മളത് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ സ്റ്റെപ്പ് 1 ഞാൻ കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു PDFൻ്റെ ഫയൽ കിട്ടി. എങ്ങനെ കിട്ടി? നമ്മൾ മെയിൽ അയച്ചു, ആരെങ്കിലും മെയിൽ അയച്ചു, അത് നമുക്ക് കിട്ടി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കതിനെ എഡിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ അതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ ആദ്യം നമ്പർ 1 മൈക്രോസോഫ്റ്റ് വേഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. ബ്ലാങ്ക് എടുത്തു, ഫയലെടുത്തു, നമ്മളിവിടെ ഓപ്പൺ പറഞ്ഞു. എവിടെയാണ് നമ്മുടെ PDF ഫയൽ കിടക്കുന്നത്? ഡൗൺലോഡിലാണോ? ഞാൻ ഡെസ്ക്ടോപ്പിലാട്ടോ ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഡൗൺലോഡിൽ നമുക്കെടുക്കാം. ഞാനിവിടെ വന്നിട്ട് ഇതാണ് എൻ്റെ PDF ഫയൽ. കണ്ടില്ലേ? PDF എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ PDF ഞാനിവിടെ പ്രസ് ചെയ്തു, എന്നിട്ടിവിടെ ഓപ്പൺ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ PDF ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ PDF ഫയൽ ഓപ്പൺ ചെയ്തു. കണ്ടോ? ആ PDF ഫയൽ നമുക്കതുപോലെ ഇവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് എനിക്കിവിടെ 800 എന്ന് അടിക്കാം. കണ്ടോ? നമുക്കവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 800 അടിച്ചു, ഇവിടെ നമുക്ക് 500 എന്നടിച്ചു. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്കിത് എക്സലിലോട്ട് കൊണ്ടുപോകണമെങ്കിലോ ഇതിനെല്ലാം നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. എന്തുമാത്രം ഉണ്ടോ അതിനെല്ലാം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കോപ്പി എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എക്സലിൽ പോവാം. എക്സലിൽ പോയിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ പോയി നമ്മളിവിടെ പേസ്റ്റ് എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സലിൻ്റെ ഫയൽ പോയിട്ട് നമുക്കിവിടെ വന്നിട്ട് ഈ 800 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് 4000 എന്നാക്കാം. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അലൈൻമെൻറ്റൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇത് ഒരു സ്റ്റെപ്പാണിത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയാൻ പോകുന്നത്
രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ആണ്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എക്സൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ എടുക്കുക. എന്നിട്ട് ഗെറ്റ് ഡേറ്റ എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ഫ്രം ഫയൽ, എന്നിട്ട് എന്തെടുക്കണം, ഫ്രം PDF എടുക്കുക. PDF എടുത്തിട്ട് നമ്മൾ ഏതാണ് കിടക്കുന്നത്, നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു PDF ഫയലുണ്ട്. അത് ഞാനിവിടെ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഞാനിവിടെ റിഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്തുമ്പോൾ നമ്മുടെ എല്ലാം വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ലോഡെന്ന് പറയുക. ഈ വേ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യാം. കണ്ടോ, 1000, ഇവിടെ 2000, ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇതൊരു PDF ഫയലായിരുന്നു. നമ്മളിത് എക്സലിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആദ്യത്തേനകത്ത് സ്റ്റെപ്പ് 1 വേഡ് തുറന്ന് നമ്മൾ ചെയ്തല്ലോ, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതെടുക്കുക. ഏതാ, ഡേറ്റ എടുത്തിട്ട് ഗെറ്റ് ഡേറ്റ ഫ്രം ഫയൽ ഫ്രം PDF എന്നുള്ളത് നിങ്ങൾ എടുക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് 3 എടുക്കുക. 3 എന്ന് പറയുന്നത് എന്താ, ഞാൻ കാണിച്ചു തരാം. 3 എന്ന് പറയുന്നത് നമുക്ക് ബ്രൗസിലോട്ട് പോകാം. നമുക്കിവിടെ ബ്രൗസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഐ ലവ് PDF എന്ന് പറയുക. ഐ ലവ് PDF എന്ന് നമ്മൾ പറയുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മാക്സിമൈസ് ചെയ്തു. ആദ്യത്തെ തന്നെ എടുക്കുക. ആദ്യത്തെ നമ്മളെടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് PDF ടു എക്സൽ പറയുക. എക്സൽ പറഞ്ഞു. പിന്നെ സെലക്ട് PDF ഫയൽ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഡെസ്ക്ടോപ്പിൽ നിന്ന് ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഉണ്ടോ, ടോട്ടൽ. എന്നിട്ട് ഇവിടുന്ന് ഓപ്പൺ പറയുക. ഓപ്പൺ പറഞ്ഞു. എന്നിട്ട് കൺവേർട്ട് ടു എക്സൽ എന്ന് പറയണം. കൺവേർട്ട് ടു എക്സൽ, ഇതാണ് ഏറ്റവും നല്ല വേ എനിക്ക് തോന്നുന്നത് ഇതാണ്. എന്നിട്ട് ഇവിടെ വന്ന് ഡൗൺലോഡ് എക്സൽ എന്ന് പറയുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തു. കണ്ട ഒരു ഡൗൺലോഡ് പോയി കണ്ട ഇവിടെ. എന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ്. ഇത് നമ്മുടെ 3ാമത്തെ വേ ആണ്. നമ്മൾ ഈ ഒരു എക്സലിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺവേർഷൻ. PDF കൺവേർഷന് പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ടാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലമാണ് ഈ PDF ഫയൽ. എല്ലാവരും PDF ഫയലാണ് മെയിൽ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ അത് അവർക്ക് എന്തെങ്കിലും കാരണവശാൽ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ എല്ലാം അവർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നിങ്ങൾ എനേബിൾ എഡിറ്റിംഗ് എന്ന് പറയണം കേട്ടോ, എന്ന് മാത്രമേ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു തവണയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്പർ 1 എന്ന് പറഞ്ഞത്, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വേഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫയലെടുത്തു, ഓപ്പൺ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഫയൽ തുറക്കുക. ഏത് ഫയലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫയലായിരുന്നു, ഇവിടെ ഓപ്പൺ ദിസ് PC എടുത്തു. എന്നിട്ട് ഡെസ്ക്ടോപ്പ് എടുത്തു. എന്നിട്ട് നമ്മുടെ ഏത് ഫയലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റെപ്പ് 1. ഇത്രയേ ഉള്ളൂ. നമ്പർ 1 ഇത് നമ്മൾ അതിനകത്ത് അത് അവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തു നമ്പർ 1 ഉണ്ടോ. എന്നിട്ട് അതിനെ കോപ്പി ചെയ്ത് നമ്മളെവിടെ കൊണ്ടുവെക്കണം, എക്സലിൽ കൊണ്ടുവെക്കാം, വേഡിൽ കൊണ്ടുവെക്കാം, പ്രിൻ്റ് എടുക്കുക, എല്ലാം ചെയ്യാം. നമ്പർ 2 ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ എക്സലിലോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, എക്സലിൽ പോയിട്ട് നമ്പർ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സലിൽ തന്നെ പോയിട്ട് ഡേറ്റ, പിന്നെ എന്തെടുക്കണം, ഗെറ്റ് ഡേറ്റ ഫ്രം ഫയൽ ഫ്രം PDF. എന്നിട്ട് നമ്മൾ ഏത് ഫയലാണോ ആ ഫയൽ നമ്മൾ കാണിച്ചു കൊടുക്കുക അല്ലേ. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നമുക്ക് ഏത് ഫയലാണ്, നമുക്ക് ടോട്ടൽ പ്രോഫിറ്റാണ്. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 3 ഞാൻ പറഞ്ഞ എന്താണ്, ബ്രൗസ് ചെയ്യുക.
ഇവിടെ പോയിട്ട് ഐ ലവ് PDF എന്ന് അടിച്ചു കഴിഞ്ഞാലും നമുക്കിത് ഇത് കിട്ടുന്നതായിരിക്കും. നമുക്ക് PDF ഫയൽ കിട്ടുന്നത് എങ്ങനെയാണ്? മെയിൽ തുറക്കണം. മെയിൽ തുറക്കുമ്പോഴാണ് മെയിലിൽ കൂടെയും വാട്സപ്പിൽ കൂടെ ഒക്കെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു PDF ഫയൽ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. യൂസ്ഫുള്ളായിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.